بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد. സൂറത്ത് അൽ ഹശർ 12 മുതൽ 14 വരെ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ നിയമങ്ങൾ സൂചിപ്പിക്കാം. ലഇൻ ഉഖ്രിജു, ലഇൻ എന്നതിലെ സാക്കിനത്തായ നൂനിന് ഇൽഹാർ ഹൽഖി നൽകി മണിക്കാതെ വെളിവാക്കേണ്ടതാണ്. ഉഖ്രിജു, ഈ പദത്തിൽ ഖാഇനെ തഫ്ഖീം ചെയ്യണം, തടിപ്പിച്ചു സ്വരഭാരത്തോടെ ഉച്ചരിക്കേണ്ട അക്ഷരമാണ് ഖാ. ഉഖ്രിജു ലാ യഖ്റുജൂന മഅഹും, ഇവിടെ ലാ യഖ്റുജൂന ഖാ തഫ്ഖീം ചെയ്യണം, റാഇനും തഫ്ഖീം കൊടുക്കണം. ലാ യഖ്റുജൂന മഅഹും, മഅഹും വലയിൻ, അവിടെ സാക്കിനത്ത മീമിന് ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കുകയാണ് വേണ്ടത്. മഅഹും എന്ന് മണിച്ചു പോകരുത്. മഅഹും വലയിൻ ഖൂതിലു, മീമിന് ശേഷം വാവ് വന്നതുകൊണ്ട് സൂക്ഷ്മതയോടെ ഇൽഹാർ ചെയ്യേണ്ടതുമാണ്. കാരണം വാവ് ഷഫവിയായ ഹർഫാണ്, ചുണ്ടുകളിൽ നിന്നും ഉച്ചരിക്കപ്പെടുന്ന അക്ഷരമായതുകൊണ്ട് സാക്കിനത്ത മീം അവ്യക്തമായി പോകാൻ സാധ്യതയുണ്ട്. വലഇൻ ഖൂതിലു, വലഇൻ എന്നതിലെ സാക്കിനത്ത നൂനിനെ മണിച്ചുകൊണ്ട് അവ്യക്തമാക്കുക, ഇഖ്ഫാ ഹഖീഖി. എന്നാൽ മണിക്കലിൽ തഫ്ഖീം വേണം, ശേഷമുള്ള ഖാഫ് തഫ്ഖീം ചെയ്യേണ്ട, സ്വരഭാരത്തോടെ തടിപ്പിച്ച് ഉച്ചരിക്കേണ്ട അക്ഷരമായതുകൊണ്ട് നൂനിൻ്റെ മണിക്കലിലും തഫ്ഖീം വേണം. അപ്പോൾ വലഇൻ ഖൂതിലു ലാ യൻസുറൂനഹും, ഇവിടെയും ലാ യൻസുറൂനഹും സാക്കിനത്ത നൂനിനെ അവ്യക്തമാക്കി മണിക്കുക, ഇഖ്ഫാ ഹഖീഖി. മണിക്കലിൽ തഫ്ഖീം വേണം, നേരത്തെ സൂചിപ്പിച്ച പോലെ. ശേഷം സ്വാദാണ് എന്നതുകൊണ്ട് അപ്പോൾ സ്വാദിനെ തഫ്ഖീം ചെയ്യണം. ലാ യൻസുറൂനഹും, ശേഷമുള്ള റാഇനും തഫ്ഖീമുണ്ട്, തടിപ്പിച്ചുച്ചരിക്കേണ്ട അക്ഷരമാണ്. വലഇൻ നസറൂഹും, അവിടെ ലാ യൻസുറൂനഹും വലഇൻ, നേരത്തെ പറഞ്ഞതുപോലെ സാക്കിനത്ത മീമും ശേഷം വാവുമാണ് സൂക്ഷ്മതയോടെ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കുകയാണ് വേണ്ടത്. മീമിനെ മണിച്ചു പോകരുത്. വലഇൻ നസറൂഹും, സാക്കിനത്ത നൂനും ശേഷം നൂനും രണ്ടും ഒറ്റ നൂനാക്കി ഷദ്ദുള്ള നൂനാക്കി മാറ്റി മണിക്കണം. ഇദ്ഗാം കാമിൽ ബിഗുന്ന. നസറൂഹും, സ്വാദിന് പൂർണ്ണമായ തഫ്ഖീം, ഇസ്തിഅലാഇൻ്റെ ഹർഫാണ്. റാഇനും തഫ്ഖീം. നസറൂ തടിപ്പിച്ച് ഉച്ചരിക്കുക. നസറൂഹും ലയുവല്ലുൻ, ഇവിടെയും സാക്കിനത്ത മീമിനെ ഇൽഹാർ ഷഫവി ചെയ്ത് മണിക്കാതെ വെളിവാക്കണം. വലഇൻ നസറൂഹും ലയുവല്ലുന്നൽ അദ്ബാർ, ഷദ്ദുള്ള നൂൻ, ലയുവല്ലുന്ന നൂൻ മുഷദ്ദദ, ഇതിന് രണ്ട് ഹറക്കത്തിൻ്റെ അളവ് മണിക്കണം. അൽ അദ്ബാർ, ഈ പദത്തിലെ സാക്കിനത്ത ദാലിന് ഖൽഖല സൂറ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിക്കണം. ദാലിൻ്റെ സുക്കൂൻ ചലിപ്പിച്ചുച്ചരിക്കുക. അൽ അദ്ബാറ, റാഇന് തഫ്ഖീം കൊടുക്കുക. സുമ്മ മീം മുഷദ്ദദയെ മണിക്കുക. ലാ യുൻസറൂൻ, ലാ യുൻസറൂൻ, ഇവിടെ സാക്കിനത്ത നൂനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി മണിക്കാതെ വെളിവാക്കണം, വ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ചു മണിക്കലും ശേഷമുള്ള സ്വാദായതുകൊണ്ട് മണിക്കലിൽ തഫ്ഖീം കൊടുക്കുകയും വേണം. ലാ യുൻസറൂൻ, റാഇനും തടിപ്പിച്ച് തഫ്ഖീമോടുകൂടിയുള്ള ശബ്ദം കൊടുക്കുക. അപ്പോൾ ഒരിക്കൽ കൂടി സുമ്മ ലാ യുൻസറൂൻ ലഅൻതും അശദ്ദു റഹ്ബ, ലഅൻതും സാക്കിനത്തായ നൂനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ചു മണിക്കുക, വ്യക്തമാക്കി മണിക്കുക. മണിക്കലിൽ തർക്കീഖാണ്, ഇവിടെ ത ആണ് എന്നതുകൊണ്ട് നേർപ്പിച്ചുകൊണ്ട് അൻതും എന്ന് പറഞ്ഞാൽ മതി. ലഅൻതും അശദ്ദു റഹ്ബ, സാക്കിനത്ത മീമും ശേഷം ഹംസയും ഇൽഹാർ ഷഫവി മണിക്കാതെ വെളിവാക്കി മീമിനെ ഉച്ചരിക്കുക. അശദ്ദു റഹ്ബ, റാ തടിപ്പിച്ചു തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കുക. റഹ്ബതൻ ഫീ സുദൂരിഹിം, തൻവീനും ശേഷം ഫാഉം ഇഖ്ഫാ ഹഖീഖി നൽകി
മറിച്ച് മണിക്കുക. മണിക്കലിൽ തർക്കീഖ് വേണം. ശേഷം തഫ്ഹീമിൻ്റേതല്ലാത്ത തർക്കീഖിൻ്റെ അക്ഷരമായ ഫ ആയതുകൊണ്ട് മണിക്കലിൽ തർക്കീഖാണ് വരിക. റഹ്ബതൻ ഫീ സുദൂരിഹിം മിനല്ലാഹ്. സുദൂരിഹിം സാക്കിൻ തമീമും ശേഷം ഹർക്കത്തുള്ള മീമും. മീമിനെ അടുത്ത മീമിലേക്ക് പൂർണ്ണമായും ലയിപ്പിച്ച് ഒറ്റ മീമാക്കി ഷദ്ദ് നൽകി മണിക്കുക. ഫീ സുദൂരിഹിം മിനല്ലാഹ്, അതായത് ഇദ്ഗാം ഷഫവി എന്നോ ഇദ്ഗാം മിസ്ലൈൻ സഗീർ എന്നൊക്കെ പേര് പറയുന്ന ലയിപ്പിക്കൽ ചെയ്തുകൊണ്ട് മണിച്ച് ഉച്ചരിക്കുക. മിനല്ലാഹ്, അള്ളാഹ് എന്ന ഇസ്മുൽ ജലാലയിലെ ലാമിനെ തടിപ്പിക്കണം. മിനല്ലാഹ്, അള്ളാഹ് എന്ന് വ്യക്തമായി അതിൻ്റെ ലാമിൻ്റെ മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. നാവിൻ്റെ അറ്റവും പല്ലും ചേർത്തല്ല ഉച്ചരിക്കേണ്ടത്. തെറ്റായി ആളുകൾ അങ്ങനെ പറയും. പല്ലിൻ്റെ മുകളിലെ മോണയിൽ നിന്നാണ് ലാമ് വരുന്നത്. മിനല്ലാഹ്. ذلك بأنهم നൂൻ മുശദ്ദദയെ മണിക്കുക. بأنهم قوم സാക്കിൻ തമീമും ശേഷം ഖാഫും. ഇൽഹാർ ഷഫവിയാണ്, മണിക്കാതെ വെളിവാക്കുക. ഖൗമുൻ ലാ യഫ്ഖഹൂൻ. ഖൗമുൻ എന്ന തൻവീൻ ശേഷം ലാമിലേക്ക് തൻവീനിനെ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കാതെ ഉച്ചരിക്കുക. ഇദ്ഗാം ബിഗൈരി ഗുന്ന. ഖൗമുൻ ലാ യഫ്ഖഹൂൻ. ഖൗം എന്ന ഖാഫും ലാ യഫ്ഖഹൂൻ എന്നതിലെ ഖാഫും ഇവയൊക്കെ ഇസ്തിഅലാന്റെ ഹർഫാണല്ലോ. ഖാഫ് തടിപ്പിച്ച് തഫ്ഖീം ചെയ്ത് സ്വരഭാരത്തോടെ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. ഖൗമുൻ ലാ യഫ്ഖഹൂൻ ഷിദ്ദത്തിൻ്റെ ഹർഫ് കൂടിയാണ് ഖാഫ് എന്നതും ശ്രദ്ധിക്കുക. ഇതുവരെ തഫ്ഖീം ചെയ്യേണ്ട അക്ഷരങ്ങൾ വേറെ നാം സൂചിപ്പിച്ചിരുന്നു. അല്ലാത്ത എല്ലാ അക്ഷരങ്ങൾക്കും തർക്കീഖാണ് എന്നത് പൊതുവിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ലാ യുഖാതിലൂനകും, ഇവിടെ ഖാഫിനും അലിഫിനും തഫ്ഖീമാണ്. യുഖാ എന്ന് പറയാം. ലാ യുഖാതിലൂനകും ജമീഅ സാക്കിൻ തമീം ശേഷം ജീമും. ഇൽഹാർ ഷഫവിയാണ്, മണിക്കാതെ വെളിവാക്കുക. ജമീഅൻ ഇല്ല തൻവീനും ഹംസയും. തൻവീനിനെ ഇൽഹാർ ഷഫവി നൽകി ഇൽഹാർ ഹൽക്കി നൽകി മണിക്കാതെ വെളിവാക്കണം. ഇൽഹാർ ഹൽക്കി നൽകി മണിക്കാതെ തൻവീനിനെ വ്യക്തമാക്കി ഉച്ചരിക്കുക. ജമീഅൻ ഇല്ല ഇല്ല ഫീ ഖുറൻ മുഹസ്സന. ഖുറൻ ഖാഫിന് തഫ്ഖീം കൊടുക്കുന്നു, റായിനും തഫ്ഖീമുണ്ട്. ഖുറൻ മുഹസ്സന. ഖുറൻ എന്ന തൻവീനിന് ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കണം. അപ്പോൾ മീമിൻ്റെ ശബ്ദം മാത്രമേ കേൾക്കുകയുള്ളൂ, ശബ്ദമുള്ള മീം. ഖുറൻ മുഹസ്സനത്തിൻ ഔ ഹസ്സനത്തിൻ ഔ. ഇവിടെ മുഹസ്സനത്തിൻ എന്നതിലെ സ്വാദിന് തഫ്ഖീമുണ്ട്, തടിപ്പിക്കണം. സ്വരഭാരത്തോടെ സ്വാദിനെ ഉച്ചരിക്കുക. ഇസ്തിഅലാന്റെ ഹർഫാണ്. മുഹസ്സനത്തിൻ ഔ തൻവീനും ശേഷം ഹംസയുമാണ്. ഇൽഹാർ ഹൽക്കി മണിക്കാതെ വെളിവാക്കി ഹംസയെ തൻവീനിനെ ഉച്ചരിക്കുക. മുഹസ്സനത്തിൻ ഔ മിൻ വറാഇ ജുദുർ. മിൻ എന്നതിലെ സാക്കിനത്ത നൂനിനെ ശേഷമുള്ള വാവിൽ ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം ബിഗുന്ന. ഔ മിൻ വറാഇ, ഇതിലുള്ള ദീർഘം മദ് മുത്തസിൽ വാജിബ് എന്നതാണ്. നിർബന്ധമായും അലിഫിനെ 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കേണ്ടതാണ്. അലിഫിൽ തഫ്ഖീം ഉണ്ടായിരിക്കും, കാരണം ദീർഘിപ്പിക്കുന്നത് തഫ്ഖീം ചെയ്യേണ്ട റായിനെയാണ്. തടിപ്പിച്ച് ഉച്ചരിക്കേണ്ടതായ റായിനെയാണ് ഉച്ചരിക്കുന്നത്, തഫ്ഖീം ചെയ്യുന്നത്, ദീർഘിപ്പിക്കുന്നത് എന്നതുകൊണ്ട് അലിഫിലും ആ തഫ്ഖീം നിലനിർത്തണം. വറാ എന്ന് പറയുക. മിൻ വറാഇ ജുദുർ. ജുദൂർ അവിടെ വഖഫ് ചെയ്യുമ്പോൾ റായിന് തഫ്ഖീം വരും. ബഅ്സുഹും ബൈനഹും. ഇവിടെ ബഅ്സുഹും സാക്കിന തമീമും ശേഷം ബാഉമാണ്. ഇഖ്ഫാ ഷഫവി എന്നതാണ് ഹുക്മ്. അതായത് അവ്യക്തമാക്കി മീമിനെ മണിക്കണം, മറച്ച് മണിച്ചുച്ചരിക്കുക. ബഅ്സുഹും ബൈനഹും. ബൈനഹും ഷദീദ്. അവിടെ മീമിന് ഇൽഹാർ ഷഫവി മണിക്കാതെ വെളിവാക്കുകയാണ് വേണ്ടത്. സാക്കിന തമീം. ബഅ്സുഹും ബൈനഹും ഷദീദ്. ഇവിടെ എഴുത്തിൽ തന്നെ ശ്രദ്ധിച്ചു നോക്കൂ. ഇഖ്ഫാ ചെയ്യേണ്ട മീമിന് മുകളിൽ ഒന്നും എഴുതിയിട്ടില്ല.
എന്നാൽ ഇൽഹാർ ചെയ്യേണ്ട മീമിന് മുകളിൽ സുക്കൂൻ എഴുതിയിട്ടുമുണ്ട്. ഈ വേർതിരിവ് നമുക്ക് എഴുത്തിലൂടെ തന്നെ മനസ്സിലാക്കാം. ഷദീദ് എന്ന് പറയുമ്പോൾ വഖഫ് ചെയ്യുമ്പോൾ ദാലിൽ ഖൽഖല കുബ്ര വരുന്നു. വഖഫിൻ്റെ സന്ദർഭമാണ്. അതിൻ്റെ സുക്കൂൻ വളരെ വ്യക്തമാക്കി കേൾപ്പിച്ചുകൊണ്ടാണ് നിർത്തേണ്ടത്. ഷദീദ്. തഹ്സബുഹും ജമീഅൻ വഖുലൂബുഹും ജമീഅൻ വ തൻവീനും ശേഷം വാവുമാണ്. ഇദ്ഗാം ബിഗുന്ന, തൻവീനിനെ വാവിൽ ലയിപ്പിച്ച് മണിക്കുക. ഇദ്ഗാം ബിഗുന്ന നാഖിസ്. വഖുലൂബുഹും ശത്ത. ഖുലൂബുഹും ഖാഫിന് തഫ്ഖീമുണ്ട് എന്നത് ശ്രദ്ധിക്കുക. ഖുലൂബുഹും ശത്ത. സാക്കിനത്തായ മീമും ശേഷം ഷീനുമാണ്. ഇൽഹാർ ഷഫവി, മീമിനെ വെളിവാക്കി മണിക്കാതെ ഉച്ചരിക്കുക. വഖുലൂബുഹും ശത്ത. ذلك بأنهم قوم لا يعقلون. بأنهم നൂൻ മുശദ്ദദയെ മണിക്കണം. ബിഅന്നഹും എന്നതിലെ സാക്കിനത്ത മീം ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കേണ്ടതാണ്. ഖൗമുൻ എന്ന് പറയുമ്പോൾ ഖാഫിൽ തഫ്ഖീമുണ്ട്, തടിപ്പിക്കുക, സ്വരഭാരത്തോടെ ഉച്ചരിക്കുക. ഖൗമുൻ എന്ന തൻവീനിന് ശേഷമുള്ള ലാമിലേക്ക് പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കാതെ ഉച്ചരിക്കണം. ഇദ്ഗാം കാമിൽ ബിഗൈരി ഗുന്ന. ബിഅന്നഹും ഖൗമുൻ ലാ യഅഖിലൂൻ. ബാറകല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. لئن أخرجوا لا يخرجون معهم ولئن قوتلوا لا ينصرونهم ولئن نصروهم ليولن الأدبار ثم لا ينصرون. لأنتم أشد رهبة في صدورهم من الله ذلك بأنهم قوم لا يفقهون. لا يقاتلونكم جميعا إلا في قرى محصنة أو من وراء جدر بأسهم بينهم شديد تحسبهم جميعا وقلوبهم شتى ذلك بأنهم قوم لا يعقلون.